ഇന്ത്യൻ പൗരന്മാരെ ടെഹ്റാനിൽ നിന്ന് മാറ്റാൻ അടിയന്തര നീക്കം ആരംഭിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഇറാനിൽ തന്നെയുള്ള സുരക്ഷിത കേന്ദ്രത്തിലേക്കായിരിക്കും തൽക്കാലം മാറ്റുക. വിദ്യാർത്ഥികളെ പ്രത്യേക ബസ്സുകളിൽ കൊണ്ടുപോകും. പി ആർ സുനിൽ നമുക്കൊപ്പം. പി ആർ സുനിൽ, അടിയന്തര രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? സുജി, അടിയന്തരമായി ഇന്ത്യൻ വിദ്യാർത്ഥികളെ തെഹ്റാനിൽ നിന്ന് മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കടക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള നിർദ്ദേശം തെഹ്റാനിലെ ഇന്ത്യൻ എംബസിക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും സുജയ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു പ്രത്യേക ബസ്സിലായിരിക്കും ഈ വിദ്യാർത്ഥികളെയൊക്കെ തന്നെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് നീക്കുക. ഏതായാലും ഇപ്പോൾ വരുന്ന കണക്കുകൾ പ്രകാരം ഏതാണ്ട് 10,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളെങ്കിലും ഇറാനിൽ ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏതായാലും എല്ലാ തരം വിസക്കാരും ഉടൻ തന്നെ തെഹ്റാനിൽ നിന്ന് മാറണം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വരുന്നത്. തെഹ്റാനിൽ ഇന്ത്യക്കാർ തുടരരുത്. അത് വിദ്യാർത്ഥികളായിക്കോട്ടെ, മറ്റുള്ളവരായിക്കോട്ടെ, ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവരും ഉടൻ തന്നെ തെഹ്റാനിൽ നിന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം. ഏതായാലും ഈ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുന്ന ഇവരെ ഇറാന്റെ അതിർത്തി രാജ്യങ്ങൾ വഴി അവിടെ നിന്ന് ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ കടക്കുകയാണ്. അത് ഏത് രാജ്യം വഴി ഒഴിപ്പിക്കണം എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ കൂടിയാലോചനകൾ തുടരുകയാണ്. അർമേനിയയിലേക്ക് ഒരുപക്ഷെ ഇവരെ മാറ്റും എന്ന് കേൾക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അസർബൈജാനിലേക്ക് മാറ്റി അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഏതായാലും തെഹ്റാനിൽ നിന്ന് ഏതാണ്ട് 700 കിലോമീറ്ററോളം ദൂരം 700-800 കിലോമീറ്ററോളം ദൂരമാണ് അർമേനിയ അതിർത്തിയിലേക്കുള്ളത്. ഏതാണ്ട് സമാനമായ ദൂരം തന്നെയാണ് അസർബൈജാൻ അതിർത്തിയിലേക്കുമുള്ളത്. അപ്പോൾ ഏത് മേഖലയിലേക്ക് കൊണ്ടുപോകുന്നതാണ് സുരക്ഷിതം എന്നൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് കടക്കുക. ഏതായാലും ഇപ്പോൾ തൽക്കാലം തെഹ്റാനിൽ നിന്ന് എല്ലാ ഇന്ത്യക്കാരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക എന്നതാണ്. ഏതായാലും ഇതിനായുള്ള ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശങ്ങൾ എല്ലാവരും ഒരുപോലെ പാലിക്കണം എന്ന നിർദ്ദേശം കൂടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകുന്നുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ ഇറാനിലെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സുരക്ഷ ഒരുക്കാം എന്ന ഉറപ്പ് ഇപ്പോൾ ഇറാൻ നൽകിയിട്ടുണ്ട്.